നാട്ടിൽ നിന്ന് ഒരു വിസിറ്റർ വിസയിൽ ദുബായിലേക്ക് വരുന്നത് എങ്ങനെയാണ്, അതിന്റെ ലീഗൽ വിസ എടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ, ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്താ? നമുക്ക് ഇന്റർനെറ്റ് വേണം അല്ലേ? അതിന്റെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നമസ്കാരം, ഗൾഫ് സുരേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ്. എല്ലാ എയർപോർട്ടിലും വൈഫൈ ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ വന്നാലും വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ അതിനുശേഷം ഇവിടെയുള്ള എല്ലാ മാൾസിലും മെട്രോ സ്റ്റേഷനിലും അങ്ങനെ ഒട്ടുമിക്ക ഭാഗത്തും ഫ്രീ വൈഫൈ ഉണ്ട്. പക്ഷേ ഈ ഫ്രീ വൈഫൈ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം സൈൻ ഇൻ ചെയ്യണം. ഈ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഇന്ത്യൻ നമ്പറിലേക്ക് OTP വരില്ല, അറിയാലോ. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സിം എടുക്കണം. അതിൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു 3 മാസം മുന്നേ വന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്രീ സിം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോയി 1 മാസം കഴിഞ്ഞോടെ ഇത് കട്ടായി. ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ ആ ഫ്രീ സിം എടുക്കാനോ അല്ലെങ്കിൽ അത് കിട്ടാനോ നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ഓൾറെഡി നിങ്ങൾക്കിവിടെ ദുബായിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ സിം അവിടെ നിന്ന് തന്നെ കിട്ടും. അതിലെങ്ങനെ ചാർജ് ചെയ്യണം, അതിൻ്റെ ബാലൻസ് എങ്ങനെ അറിയാമെന്നുള്ളതെല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ വരുന്ന ആളോട് സംസാരിക്കുക. കാരണം നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ സിം ഡു അല്ലെങ്കിൽ എത്തിസലാത്തായിരിക്കും. ഇതിൻ്റെ എല്ലാം കൗണ്ടർ പല ഭാഗത്തുണ്ട്. നമുക്ക് ക്യാഷ് ഇട്ടിട്ട് തന്നെ നമുക്കത് റീചാർജ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാതെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കിട്ടില്ല, OTP വരില്ലല്ലോ. ഇതുണ്ടെങ്കിൽ നമുക്ക് OTP വരുള്ളൂ. ഇനി നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളെ പിക്ക് ചെയ്തു അവരുടെ വീട്ടിൽ പോയി, തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരുടെ വീട്ടിലും അൺലിമിറ്റഡ് ഫ്രീ വൈഫൈ ഉണ്ട്. അതോടൊപ്പം തന്നെ മാൾസ്, മെട്രോ സ്റ്റേഷൻ, അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കിട്ടും. സിം കയ്യിലുണ്ടായാൽ മതി. ഇവിടുത്തെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. അതിന് അതെല്ലാം നിങ്ങൾ പുറത്ത് പോയിട്ട് സിം എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു വിസിറ്റർ വിസയിൽ എടുക്കാൻ പോകുന്ന സമയത്ത് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇന്റർനെറ്റിനും വെള്ളത്തിനും ഹൈ റേറ്റ് ആണ്. നമ്മുടെ നാടിനെ പോലെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് 12 രൂപയ്ക്ക് 1 GB കിട്ടില്ലേ? ഇവിടെ 1 മാസത്തേക്ക് 10 GB കിട്ടാൻ ഏകദേശം 100 ദിർഹത്തിൻ്റെ അടുത്താണ് പുറത്തൊരു സിം എടുക്കാൻ വേണ്ടി വരിക. കാരണം നമ്മൾ വിസിറ്റർ വിസ ആയതുകൊണ്ട് പാസ്പോർട്ടും വിസയും വെച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്കീമാണ് ഇവിടെ കിട്ടുക. പക്ഷേ നമുക്കിവിടെ എമിറേറ്റ്സ് ID ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോഴും നാട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് എന്നുള്ളത് കുറച്ച് വിലപിടിപ്പുള്ള സാധനമാണ്. നമ്മളവിടെ ഒരു ദിവസം 2 GB ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് 1 മാസത്തേക്ക് 10 GB, അതും ഏകദേശം 100 ദിർഹം ആകാന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് റേറ്റ് കൂടുതലല്ലേ? ഇവിടെ വന്ന് നമുക്ക് നല്ല സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ദിർഹവും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ തുടക്കത്തിൽ അത് ചിന്തിക്കും. ഒരു ചായക്ക് 1 ദിർഹമാണ്. ഇവിടെ പറയാം 1 രൂപ എന്ന് പറയാം. പക്ഷെ അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 23 രൂപയാകും. 2 ചായ കുടിച്ചാൽ നാട്ടിൽ 50 രൂപ പോകും അല്ലേ? നമ്മൾ തുടക്കത്തിൽ വരുമ്പോഴാട്ടോ ഇങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്യാനേ പാടില്ല എന്ന് പറയും. പറഞ്ഞു വന്നത് ഇന്റർനെറ്റിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ സിം എടുക്കുന്ന സമയത്ത് നല്ല റേറ്റ് വരും. അതേ സമയത്ത് തന്നെ ഇവിടെ കുറച്ച് ഓഫീസ് ഉണ്ട്. മിനിസ്റ്ററിയുടെ കുറേ ലീഗലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സിം കിട്ടും. നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്രീ സിം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഹാപ്പിനെസ് പറഞ്ഞുള്ളൊരു സിം കിട്ടും. സിം ഫ്രീ ആണ്. അതുപോലെ 40 ദിർഹം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസേന 1 GB കിട്ടും. ഇതിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ അവിടെ GB ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണത് രാത്രി 12 മണി വരെയാണ് അല്ലേ? നമുക്ക് 1 GB ഉണ്ടെന്ന് കരുതുക. രാത്രി 12 മണി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത GB ലോഡാകും അല്ലേ? ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സിം ആക്ടിവേറ്റ് ചെയ്യണത് ഉച്ചയ്ക്ക് 2:30 പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 വരെയാണ് അത് കണക്കാക്കുക. എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഉച്ചയ്ക്ക് 2:30 ആക്ടിവേറ്റ് ചെയ്തത്. ഐഫോണിലിട്ടു. അപ്പോൾ തന്നെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി എന്നെ തീർന്നിരിക്കണം. പക്ഷേ എൻ്റെ നിഗമനത്തിൽ അതിൽ ബാലൻസ് ഉണ്ടല്ലോ. ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കിട്ടുന്നില്ല. ആകെ കൺഫ്യൂഷനായി. ഇവരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളായി. പിന്നെയാണ് നമുക്ക് കിട്ടിയുള്ള കാർഡ് തന്നെ അത് എഴുതിയിട്ടുണ്ട്. സിം എപ്പോൾ ആക്ടിവേറ്റ് ആയോ ആ ടൈം മുതലുള്ള 24 മണിക്കൂറാണ് കണക്കാക്കുക. ഉച്ചയ്ക്ക് 2:30 എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 വരെയാണ് 1 GB ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നെറ്റ് ഇല്ലാതെ, അതായത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ ഈ സിം ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവിടെയും വൈഫൈ കിട്ടും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഹാപ്പിനെസ് എന്നുള്ള സിം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കിട്ടും. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുക്കൾക്കോ അഥവാ അറിയില്ലെങ്കിൽ, കാരണം അവരിവിടെ ഓൾറെഡി കുറേ കൊല്ലങ്ങളായിട്ട് ഉണ്ടാകും. അപ്പോൾ അവർക്കെല്ലാം എമിറേറ്റ്സ് ID ഉള്ളതുകൊണ്ട് അവർ വേറെ പ്ലാനിലേക്ക്, മെച്ചപ്പെട്ട പ്ലാനിലേക്ക് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പുതിയൊരു സംഭവം അവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അവരോട് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഈ ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസുകൾ ഉണ്ടാവില്ല, അവിടെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. ഒരു ദിവസം 2 GB 3 GB ഒന്നും നമുക്കൊരു വിഷയമേ അല്ലാത്തവിടെ 1 മാസം 10 GB കഴിയാന്നൊക്കെ പറഞ്ഞാൽ ഹൊറിബിൾ അല്ലേ? ഇപ്പോൾ എന്നെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇപ്പോഴും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോകും. പിന്നെ നമ്മൾ എവിടെ താമസിക്കുന്ന അവിടെയൊക്കെ വൈഫൈ ഉണ്ടാകും കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ ഗൾഫ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.